AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല FIUGP ഡിഗ്രി 4 ഇയർ കോഴ്സിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തു ഇന്നലെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻഫോം ചെയ്ത കാര്യമായിരുന്നു ഡിസംബർ 8-ന്, അതായത് 2 ഡേയ്സിനുള്ളിൽ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നും അത് കോളേജുകളിൽ തന്നെയാണ് വാല്യുവേഷൻ നടക്കുന്നതെന്നും അത് നിങ്ങളെ പഠിപ്പിച്ച നിങ്ങളുടെ അധ്യാപകർ തന്നെയാണ് പേപ്പർ വാല്യൂ ചെയ്യുന്നതും ആൻഡ് 19-ാം തീയതിക്കുള്ളിൽ നമുക്ക് റിസൾട്ടുകൾ ഹോപ്പ് ചെയ്യാന്നുള്ള കാര്യം. എനിവേ 20-ാം തീയതി നമുക്ക് റിസൾട്ട് വരികയും ചെയ്തു. സോ അതിവേഗം തന്നെ, കാരണം ഇത്രയും ഒരു നാളിൻ്റെ ഇടയിൽ ഒരു എക്സാം നടത്തി ഇത്ര ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരിക എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പല വിദ്യാർത്ഥി അതിശയത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ വെറും 2 ദിവസത്തെ തിയറി എക്സാമും കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാമും കഴിഞ്ഞ് പ്രാക്ടിക്കലുള്ള കോഴ്സുകളുടെ പ്രാക്ടിക്കൽ എക്സാമും കഴിഞ്ഞ് വെറും 2 ദിവസത്തെ ഡിഫറൻസിനാണ് റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ കേരള സർവകലാശാല 4 വർഷ പ്രോഗ്രാമിൻ്റെ 1-ാം സെമസ്റ്റർ പരീക്ഷാഫലം റെക്കോർഡ് വേഗത്തിൽ പ്രസിദ്ധീകരിച്ചു. 2024 നവംബർ 25 മുതൽ ഡിസംബർ 6 വരെ ഒന്നിടവിട്ട ദിവസങ്ങളിലായിരുന്നു പരീക്ഷ. FIUGP വിഭാവനം ചെയ്യുന്ന പാഠ്യപദ്ധതി ഉദ്ദേശങ്ങൾ ആധാരമാക്കിയുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉപയോഗിച്ചത്. 2024 ഡിസംബർ 9 മുതൽ 13 വരെ അതാത് കോളേജുകളിൽ വെച്ചായിരുന്നു ഉത്തരക്കടലാസിൻ്റെ മൂല്യനിർണ്ണയം നടത്തിയത്. അതായത് 13-ാം തീയതി വരെ ആയിരുന്നു തിയറി പേപ്പറിൻ്റെ വാല്യുവേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഡിസംബർ 18-നാണ് പ്രാക്ടിക്കൽ പരീക്ഷകൾ അവസാനിച്ചത്. കാരണം പ്രാക്ടിക്കൽ എന്ന് പറയുമ്പം അവിടെ വെച്ച് തന്നെ അപ്പം തന്നെ നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ ആഡായി വിടുകയാണ് ചെയ്യുക. സോ ആ ഒരു 18-ാം തീയതി കഴിഞ്ഞ് വെറും 2 ദിവസം 19, 20, 20-ാം തീയതി വൈകുന്നേരം, അതായത് ഈവനിങ്ങോട് കൂടിയിട്ട് റിസൾട്ടുകളും യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു. സോ റെക്കോർഡ് വേഗത്തിലായിരുന്നു FIUGP ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തത്. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ, പല വിദ്യാർത്ഥികൾക്ക് ഇതുവരെയും സൈറ്റ് ഓപ്പണായി കിട്ടിയിട്ടില്ല. അത് ഈ ഒരു ട്രാഫിക് വരുന്നതിൻ്റെ പേരിലാണ്, സൈറ്റ് ബിസി ആകുന്നതിൻ്റെ പേരിലാണ്. അപ്പം വന്നിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കേണ്ട, സാവധാനം കൂളായിട്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് SSCM പോർട്ടൽ മുഖേന നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് ലൈവ് ഡെമോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദെൻ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താണ്, ഒന്നുകിൽ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാം, നിങ്ങൾക്ക് അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ബാച്ചിനൊപ്പം സപ്ലി എഴുതിയെടുക്കാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ വിശദമായിട്ടുള്ള ഇൻഫോർമേഷൻ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒഫീഷ്യലായിട്ടുള്ള ഇൻഫോർമേഷൻ, കാരണം 4 ഇയർ കോഴ്സ് നിലവിൽ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ തന്നെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. എനിവേ സബ്ജക്റ്റുകൾ പോയിട്ടുള്ള സ്റ്റുഡൻസ് ടെൻഷൻ ആയതുകൊണ്ട് നിങ്ങൾക്കത് സപ്ലിയിലൂടെ എഴുതിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് നമുക്ക് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ വരുമ്പം നമ്മുടെ ചാനലിൽ നിങ്ങളൊക്കെ അത് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. താങ്ക് യു സോ മച്ച്.